എല്ലാറ്റിൻ്റെയും അവസാനം അത് മദീനയാണ്. അതല്ലേ ഹബീബായ തങ്ങൾ പറയുന്നു, അൽ ഈമാനു യുഹരിസു മിനൽ മദീന കമാ തുഹരിലു ഹയ്യത ഇലാ ജുഹരിഹാ. ഒരു പാമ്പതിൻ്റെ മടയിലേക്ക് മടങ്ങുന്നത് പോലെ മുഅ്മിനീങ്ങളെല്ലാം മദീനയിലേക്ക് മടങ്ങുന്നതാണ്. ആ പറുദീസയിൽ അണഞ്ഞവരെല്ലാം മുത്തങ്ങ സോപാനങ്ങളിൽ വിരാജിച്ചുപോയി. അവിടെ മാപ്പിരുന്നവരെല്ലാം സ്വർഗത്തിലാണ്. നിങ്ങൾ കേട്ടില്ലേ? ഇത് മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ട് മാറ്റട്ടെ. നമ്മുടെ മക്കൾ സ്വാലിഹ്യങ്ങളും സ്വാലിഹത്തുകളുമാക്കി അള്ളാഹു മാറ്റട്ടെ. നാളെ നമ്മളെ മക്കളെ കൈപിടിച്ചുകൊണ്ട് സുവലോക സ്വർഗത്തിൽ ആ മക്കളുടെ കയ്യും പിടിച്ചു പോകാൻ നാഥൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഖബറിൽ 3 അമല് മാത്രമേ കൂട്ടിനുണ്ടാവുകയുള്ളൂ. അതിൽപ്പെട്ടതാണ് സ്വാലിഹായ മക്കളുടെ ദുആ. നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കണം. സ്വാലിഹായ മക്കളുടെ ദുആ എന്ന് പറയുമ്പോൾ അത് മതി നമ്മുടെ ഖബർ നമുക്ക് രക്ഷപ്പെടുത്താൻ. അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സ്വാലിഹ്യങ്ങളും സ്വാലിഹത്തുകളുമാക്കി മാറ്റട്ടെ. അവരെ കൈപിടിച്ചുകൊണ്ട് സുബലോക സ്വർഗത്തിൽ പോകാൻ നാഥൻ ഭാഗ്യം നൽകട്ടെ. ഈ ഒരു മകൻ്റെ ആ ഒരു പ്രസംഗം കേട്ടപ്പോൾ മനസ്സിന് എന്തോന്നില്ലാത്തൊരു സന്തോഷമാണ് വന്നത്. ഇതുപോലുള്ള മക്കളെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. ഹിഫ്ള് പഠിക്കുന്ന, കിതാബോധി പഠിക്കുന്ന മക്കൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ പിന്നെ വേറെന്താ വേണ്ടത്? നാളെ മഹ്ശറയിൽ നമ്മളെത്തുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സിംഹാസനമാണ് കൊടുക്കുന്നത്. കിരീടങ്ങൾ അല്ലാഹു ആ മാതാപിതാക്കൾക്ക് വെച്ചു കൊടുക്കും. അങ്ങനെയുള്ള മക്കളെ നമ്മൾ വാർത്തെടുക്കണം. നാഥൻ തൗഫീഖ് നൽകട്ടെ.